സാരില്ല, നമുക്ക് തൊഴുതാ മതിയല്ലോ. വാ. നമസ്കാരം തിരുമേനി. നമസ്കാരം. എന്താ ഇന്ദ്രൻ, സുഖമാണോ? സുഖമാണ്. കുറെ കാലമായി വന്നിട്ട്. അതെ, തിരക്കുകൊണ്ടാണ് തിരുമേനി. തിരക്കുകൾ ഉണ്ടാക്കി തരുന്നതും അമ്മയാണ്, അത് മറന്നു പോകരുത്. തിരുമേനി, സത്യത്തില് പ്രത്യേകിച്ചൊരു പൂജയും വിളക്കോളത്തിലൊക്കെ കഴിപ്പിക്കാനാ ഞങ്ങൾ വന്നത്. എന്താ ചെയ്യുക, അതേ ഉദ്ദേശത്തോടെ മറ്റൊരു കൂട്ടർ വന്നു. അവരതാ കാട്ടിലെ കാഴ്ചകൾ കാണാൻ പോയിട്ടുണ്ട്. അവരും താന്നിയൂരമ്മയുടെ പ്രജകൾ തന്നെ. തിരുമേനി, പ്രത്യേക വഴിപാടുകളൊക്കെ ഒന്ന് കഴിപ്പിക്കോ? ഡാഡിയുടെ മമ്മിയുടെ വിവാഹ വാർഷിക, ഇവരുടെ രണ്ടുപേരുടെയും പേരില് പ്രത്യേക പൂജകൾ നടത്തണം. യതീന്ദ്രദാസ് തിരുവോണം നക്ഷത്രം, പത്മ പുണർന്ന നക്ഷത്രം. തൊട്ടു മുമ്പ് വിളക്ക് തെളിയിച്ചവർ ഇതേ പേരിലാണല്ലോ പൂജ നടത്തിയത്. അളിയൻ ഇവര് തന്നെയാണ് നടത്തിയത്. സൂര്യ, നിങ്ങളെന്താ ഇവിടെ? അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നേ. നിങ്ങളെല്ലാരും കൂടെ എപ്പോ വന്നു? തിരുമേനി, മകനാ. കൂടെയുള്ളത് മകന്റെ ഭാര്യ. നന്നായി. അപ്പൊ പിന്നെ രണ്ടു കൂട്ടരുടെയും പ്രാർത്ഥന ഒരുമിച്ചല്ലേ? അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം ആയതുകൊണ്ട് ഇവിടെ വരണം, പൂജ നടത്തണമെന്ന് നന്ദിനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയതിനു ശേഷമാണ് സ്ഥലം ഏതാണ്, എന്താണ് നമ്മളുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത്. അതിശയിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. അതിനേക്കാൾ അതിശയമായ കാര്യം എന്താണെന്നറിയോ? അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാറില്ലല്ലോ. പക്ഷേ നന്ദിനിയുടെ വീട്ടില് ഈ വിവാഹ വാർഷികം എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ടെന്ന്. ആണോ മോളെ? അതെ സർ, അതച്ഛൻ പണ്ട് പഠിപ്പിച്ച ശീല. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് അച്ഛൻ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പത്മ, എന്തായാലും എല്ലാവർക്കും ഒരുപോലെ തോന്നലുണ്ടാക്കിയത് താന്നിയൂരമ്മയുടെ ശക്തി തന്നെയാണ്. എന്തായാലും എല്ലാവരും തൊഴുതുള്ളൂ. ആരാ? ഞാൻ അഡ്വക്കേറ്റ് മാർട്ടിൻ. വരൂ വക്കീലേ. വക്കീല് വരുമെന്ന് ഗംഗ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരൂ വരൂ, ഇരിക്കൂ.
നമസ്കാരം വക്കീലേ. നമസ്കാരം. സുഖാണല്ലേ? ആ, സുഖമായിട്ടിരിക്കുന്നു. ഗംഗ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. വീണ്ടും ഒരിക്കൽ കൂടി സുദർശന്റെ മുമ്പിൽ പരോൾ ആപ്ലിക്കേഷൻ കൊണ്ടുപോകാനാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 3-4 തവണ ഞാൻ അയാളുടെ മുമ്പിൽ ചെന്നു. പക്ഷേ ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് പുറത്തിറങ്ങാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ വെറുതെ സമയം കളയുന്നത്? വക്കീലിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. ഒരു തവണ കൂടി വക്കീല് സുദർശന്റെ മുമ്പിലേക്കൊന്ന് പോണം. ആപ്ലിക്കേഷൻ സുദർശന് കൊടുക്കണം. എന്താ ഗംഗയ്ക്ക് ഇത്ര ഉറപ്പ്? ആപ്ലിക്കേഷൻ ഒപ്പിടാൻ ചില നിബന്ധനകൾ പറഞ്ഞിരുന്നു. അത് ഇന്നത്തെ ദിവസം കൊണ്ട് പൂർത്തിയാവും. ആ വാർത്ത ഞാൻ അദ്ദേഹത്തെ അറിയിക്കേണ്ട കാര്യമേ ഉള്ളൂ. ആപ്ലിക്കേഷനിൽ ഒപ്പ് വീണിരിക്കും. ഗംഗയ്ക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല സാറേ, ഈ പരോള് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ മുമ്പേ തന്നെ ശരിയാക്കി വെച്ചിട്ടുള്ളതല്ലേ. അതിനുശേഷമാണല്ലോ ഞാൻ സുദർശന്റെ മുമ്പിലേക്ക് പോയത് തന്നെ. അയാൾ എപ്പോ ആപ്ലിക്കേഷൻ ഒപ്പിട്ടാലും വിത്തിൻ 10 days പരോള് കിട്ടിയിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാനുണ്ടെങ്കിൽ വക്കീൽ അതുകൂടി പൂർത്തിയാക്കിക്കോളൂ. പിന്നെ കുറച്ചു ദിവസം വക്കീല് ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിയതാണ്. അതൊരിക്കലും വെറുതെ ആവില്ല. അതുകൂടി ഞാൻ പേ ചെയ്തോളാം. അല്ല, പേയ്മെന്റ് കാര്യമല്ല. അത് സാരയില്ല. പണത്തിന്റെ കാര്യത്തിൽ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സുദർശന്റെ മനസ്സ് മാത്രമാണ് പ്രശ്നം. ഇപ്പൊ ആ മനസ്സ് തിളച്ചു മറിയുകയാണ്. ഇന്നത്തെ ദിവസം കൊണ്ട് അതിന് ശാന്തത വന്നിരിക്കും. മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നവർക്ക് അതിനു വേണ്ട മരുന്ന് നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഫിനിഷിംഗ് മാത്രം. ഇന്നത്തെ ദിവസം സുദർശനും എനിക്കും പിന്നെ മറ്റു പലർക്കും പ്രധാനപ്പെട്ടതാണ്. ഡാഡി, ഇനിയിപ്പോ എന്തായാലും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ, നമുക്ക് പോയാലോ? അയ്യോ, ഇവിടെ വന്ന് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാ അത് അണഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാ തിരുമേനി